Hi all, welcome back to Come Learners YouTube channel. ഈ ക്ലാസ്സിൽ നമ്മൾ write the balanced chemical equations, അതായത് കെമിക്കൽ ഇക്വേഷൻസിന്റെ ബാലൻസ്ഡ് ഫോം എങ്ങനെയാണ് എഴുതുക. ആ മുന്നത്തെ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അപ്പം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെന്റൻസിൽ നമുക്കൊരു ഇക്വേഷൻ തരും, അതിനെ കെമിക്കൽ ഇക്വേഷൻ അത് ടേംസ് ആയിട്ട് നമ്മൾ എഴുതണം. അതായത് അതിന്റെ കെമിക്കൽ ഫോമിൽ അതിനെ എഴുതിയിട്ട് പിന്നെ അതിനെ ബാലൻസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. കുറച്ച് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ്, നമുക്കത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. സോ മൂവ് ഓൺ ടു അവർ ഫസ്റ്റ് സ്ലൈഡ്. So this is our first slide and the first question is calcium hydroxide and carbon dioxide which react together. These are the reactants which react together to forming the products calcium carbonate and water. So ഇതിന്റെ chemical formula അറിയണം. calcium hydroxide which is CaOH2 and carbon dioxide which is CO2 react to form calcium carbonate which is CaCO3 and product which is water, so H2. ഇവിടെ കാൽസ്യം 1 ആണല്ലേ, OH2 ഓക്സിജൻ വിച്ച് ഇസ് 2 ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡിൽ 2 ഓക്സിജൻസ് ആർ ദർ, സോ 2 + 2 4 ആൻഡ് ഹൈഡ്രജൻ വിച്ച് ഈസ് 2 ആൻഡ് കാർബൺ വിച്ച് ഈസ് 1. ആൻഡ് പ്രൊഡക്റ്റ് സൈഡ് നോക്കുന്ന സമയത്ത് കാൽസ്യം വിച്ച് ഈസ് 1, കാർബൺ ഈസ് 1 ആൻഡ് ഓക്സിജൻ വിച്ച് ഈസ് 3 ആൻഡ് വാട്ടറിൽ എത്ര ഓക്സിജൻ ഉണ്ട്? 1 അല്ലേ. ഇപ്പോൾ എത്ര ടോട്ടൽ? 4 ഓക്സിജൻസ് ആർ ദർ ആൻഡ് ഹൈഡ്രജൻ ഈസ് 2. സോ ഇത് ബാലൻസ്ഡ് ആണോ നോക്കാം. ബാലൻസ്ഡ് ആണോ? അതെ അല്ലേ, ബാലൻസ്ഡ് ആണ്. So this is a balanced equation. അപ്പോൾ എന്ത് ചെയ്യണ്ട? ബാലൻസ് ചെയ്യണ്ട. ഓൾറെഡി അത് ബാലൻസ്ഡ് ആണ്. നെക്സ്റ്റ് the other reaction is zinc plus silver nitrate which react to form zinc nitrate and silver. So zinc sudden ആണ്, silver nitrate which is AgNO3 react to form the products which are zinc nitrate sudden NO3 twice and silver. These are the products formed. സോ ഈ ഇക്വേഷൻ എങ്ങനെ ബാലൻസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2AgNO3 എന്ന് പുട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ വിച്ച് ഈസ് ബാലൻസ്ഡ് ആവും. അത് മുന്നത്തെ വീഡിയോസിലൊക്കെ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എങ്ങനെ ഹൗ ടു ബാലൻസ് കെമിക്കൽ ഇക്വേഷൻസ് എന്നുള്ളത്. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇത് നമ്മൾ മെയിൻലി ഈ സ്ലൈഡ്സിൽ ഉദ്ദേശിക്കുന്നത് ഒരു സെൻറ്റൻസ് ഫോമുല അല്ലെങ്കിൽ ഒരു കെമിക്കൽ ഫോർമുല ബേസ് ചെയ്തിട്ട് എങ്ങനെ ഒരു ഇക്വേഷനെ നമുക്ക് മാറ്റാൻ പറ്റും, പിന്നെ അതിനെ കഴിഞ്ഞിട്ട് അതിനെ ബാലൻസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ബാലൻസിങ് നമ്മൾ ഓൾറെഡി മുന്നത്തെ വീഡിയോസിലൊക്കെ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർക്ക് അത് കാണാം. പിന്നീട് ഈ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കേട്ടോ. ദെൻ വി ക്യാൻ ഗോ ടു അവർ നെക്സ്റ്റ് സ്ലൈഡ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡിലും കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാം. സോ മൂവ് ഓൺ ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. അലുമിനിയം ആൻഡ് കോപ്പർ ക്ലോറൈഡ് വിച്ച് റിയാക്ട് ടു ഫോം ദ പ്രൊഡക്ട്സ് അലുമിനിയം ക്ലോറൈഡ് ആൻഡ് കോപ്പർ. So aluminium which is Al, copper chloride which is CuCl2 react to form the products which are AlCl3 and copper. So here aluminium in reactant side is 1, copper which is 1 and chloride which is 2, and product side which considering the aluminium which is 1, chlorine which is 3 and copper which is 1. So the balanced chemical equation is 2Al plus 3CuCl2 which is giving 2AlCl3 plus 3Cu. ഇത് ബാലൻസിങ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ മുന്നത്തെ വീഡിയോസിൽ പറയുന്നുണ്ട്, അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇതിൽ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്നുള്ളൂ. അതായത് ഒരു റിയാക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്കതിനെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, അതിൻ്റെ കെമിക്കൽ ഫോർമുല ലാസ്റ്റിൽ അതിലെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. പിന്നീട് അതിനെ ബാലൻസിങ് അല്ലെങ്കിൽ ബാലൻസിങ് ചെയ്യണം. ഇതിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് എടുത്തെഴുതേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് ക്വസ്റ്റൻ ഈസ് ബാരിയം ക്ലോറൈഡ് ആൻഡ് പൊട്ടാസ്യം സൾഫൈറ്റ് വിച്ച് റിയാക്ട് ടു ഫോം ബാരിയം സൾഫൈറ്റ് ആൻഡ് പൊട്ടാസ്യം ക്ലോറൈഡ്. സോ ബാരിയം ക്ലോറൈഡ് വിച്ച് ഈസ് BaCl2 and potassium sulfate which is K2SO4 react to form barium sulfate which is BaSO4 and KCl which is potassium chloride. So barium in reactant side is 1, chlorine is 2, potassium which is 2 and sulfate which is here the sulfate which is here sulfate is only 1 tau. Here the sulfate is 1. I will represent it is here the sulfate which is 1. So sulfate which is 1 and here also sulfate which is 1. So look here, here this is balanced or not. Here chlorine is 2 but the chlorine is only 1 here in the product side, so we have to make it as balancing. So 2 KCl എന്ന് വരും അല്ലേ, അപ്പോൾ which is balanced ആവൂലേ. അപ്പോൾ this is balanced ആയി. This is the way to balance a chemical equation and move on to the next slide. Here in this slide we have to write the chemical balanced equation and also identify the type of reactions in which belonging to. So potassium bromide which is in aqueous form and barium iodide which is in also aqueous form react to form potassium iodide which is aqueous and barium bromide which is solid state. So potassium bromide which is KBr and barium iodide which is BaI2
react to form the products which are Ki, potassium iodide, and barium bromide, which is BaBr2. So here potassium is 1 and bromine is 1, barium is 1 and iodine is 2 in reactant side. But here the potassium is 1, iodine is 1, but barium is 1, bromine is 2. So this is not a balanced equation. So we have to balance it. This is the way to balance. So this is the equation corresponding to the balanced equation. And reaction type, in which category the reaction is belonging to? This is a double displacement reaction. What do you mean by double displacement? രണ്ടെണ്ണത്തിന് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കും അല്ലേ? രണ്ടെണ്ണത്തിന് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുകയാണെങ്കിൽ this is a double displacement reaction. Here looking KBr കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ബ്രോമിൻ ഓൾസോ ഡിസ്പ്ലേസ്ഡ് ആൻഡ് ഇവിടുത്തെ BA ഓൾസോ ഡിസ്പ്ലേസ്ഡ്. അപ്പോൾ എന്താണ് ഫോം ചെയ്തത്? BaBr2 ഫോം ചെയ്തു. അപ്പോൾ 2 times displacement reaction take place ചെയ്യുന്നുണ്ട്. So it is a double displacement reaction. ഇവിടുത്തെ look here, ഇവിടുത്തെ ബ്രോമിൻ this bromine is displaced and this BA also displaced. So 2 times displacement take place ചെയ്യുന്നുണ്ട്. So this is a double displacement reaction. അപ്പോൾ ഈ type of reaction ഇത് ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ which is a double displacement reaction. Okay, move on to the next slide. And the second question, which is zinc carbonate, which is solid state, react to form zinc oxide, which is also in solid state, and carbon dioxide, which is gas. So zinc carbonate, which is ZnCO3, react to form ZnO, which is zinc oxide, and carbon dioxide gas is produced. So here looking, zinc is 1 and carbon is also 1 and oxygen which is 3. But in product side zinc is 1 and oxygen which is 1 in ZnO, and here carbon dioxide which consists of 2 oxygens. So totally 1 plus 2. So 3 oxygens are there and carbon is 1. So the equation is balanced. This equation is already balanced equation. So the decomposition reaction, this reaction is belonging to the type of decomposition reaction in which a single reactant which react to form the 2 or more products are formed from a single reactant. ഒരു സിംഗിൾ റിയാക്റ്റന്റ് റിയാക്ട് ചെയ്തിട്ട് ഡികമ്പോസിഷൻ നടന്നിട്ട് 2 or more പ്രൊഡക്ട്സുകൾ അവിടെ എന്ത് ചെയ്യും? ഫോം ചെയ്യപ്പെടും. ദാറ്റ് ഈസ് എ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. സോ ഇവിടെ ZnCO3 എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഡികമ്പോസിഷൻ സംഭവിച്ചിട്ട് ZnO ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആർ ഫോംഡ്. സോ ഇവിടെ എന്താണ്? ഒരു സിംഗിൾ റിയാക്റ്റന്റിനാണ് ഡികമ്പോസിഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹൈഡ്രജൻ വിച്ച് ഈസ് ഗ്യാസ്, ക്ലോറൈഡ് വിച്ച് ഈസ് ഗ്യാസ്. So react to form hydrogen chloride which is also gas. Hydrogen which is H2 and chlorine which is Cl2 forming HCl. So HCl also gas. Here hydrogen is 2 and chlorine is 2 in the reactant side, but product side is only 1. Hydrogen is also 1 and chlorine also 1. So balanced chemical equation is H2 plus Cl2 giving 2 HCl. So here 2 hydrogens are there and 2 chlorine, and product side also 2 hydrogen and 2 chlorine. The reaction type which belonging to is combination reaction, which means 2 or more reactants which combine to form a single product. So that is meant by combination reaction. അപ്പോൾ രണ്ടോ രണ്ടിലധികമോ റിയാക്റ്റൻസുകൾ കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ സിംഗിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ വിച്ച് ഇസ് എ കോമ്പിനേഷൻ റിയാക്ഷൻ. ഇപ്പോൾ ഇവിടെ എന്താണ്? രണ്ട് റിയാക്റ്റൻസ് ഉണ്ട് അല്ലെ, ഹൈഡ്രജൻ ആൻഡ് ക്ലോറിൻ വിച്ച് ആർ റിയാക്ട് ടു ഫോം എ സിംഗിൾ പ്രൊഡക്റ്റ് വിച്ച് ഇസ് HCl. സോ ഇതൊരു കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. ഡികമ്പോസിഷൻ എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് വന്നു. കോമ്പിനേഷൻ നേരെ ഓപ്പോസിറ്റ് ആണ് ഡികമ്പോസിഷൻ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഒരു സിംഗിൾ റിയാക്റ്റന്റ് ഡികമ്പോസ് ചെയ്തിട്ട് എന്താണ് 2 or more പ്രൊഡക്ട്സുകൾ ഫോം ചെയ്യപ്പെടുകയാണെങ്കിൽ വിച്ച് ഈസ് എ ഡികമ്പോസിഷൻ. എന്നാൽ നേരെ തിരിച്ച്, അതായത് 2 or more റിയാക്റ്റൻസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് ഈസ് എ കോമ്പിനേഷൻ റിയാക്ഷൻ അല്ലേ. അപ്പോൾ അതാണ് കോമ്പിനേഷൻ റിയാക്ഷൻ. ദെൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. നെക്സ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് magnesium which is solid state react to hydrochloric acid which is in aqueous state forming magnesium chloride which is also aqueous and hydrogen gas is produced. So magnesium chemical formula is Mg and HCl is hydrochloric acid forming MgCl2 which is magnesium chloride and hydrogen gas. So magnesium is 1 and hydrogen is 1, chlorine also 1 in reactant side, but product side is magnesium 1. So magnesium is already balanced. Chlorine is 2 but hydrogen also 2. So the hydrogen and chlorine are not balanced in the reactant side and product side. So how to balance this? Mg plus 2HCl giving MgCl2 plus hydrogen. So the reaction type in which belonging to is displacement reaction. What do you mean by displacement? ഒരെണ്ണത്തിന് മാത്രം എന്ത് സംഭവിക്കുക? ഡിസ്പ്ലേസ് ചെയ്യുക. ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരെണ്ണം മാത്രം അവിടെ നിന്ന് ചെയ്യുക, ഡിസ്പ്ലേസ് ചെയ്യപ്പെടുക അല്ലേ. അപ്പോൾ ഇവിടെ മെഗ്നീഷ്യം എന്ന് പറയുന്നത് വിച്ച് ഈസ് മോർ റിയാക്റ്റീവ് കമ്പയർഡ് ടു ഹൈഡ്രജൻ. ഹൈഡ്രജനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തും, അതായത് ഹൈഡ്രജൻ വിച്ച് ഈസ് ദിസ്
അപ്പോൾ ഹൈഡ്രജനുമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് മാഗ്നീഷ്യം വിച്ച് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ ഹൈഡ്രജൻ, ഈ ഹൈഡ്രജനേക്കാളും മോർ റിയാക്റ്റീവ് ആണ് മാഗ്നീഷ്യം. സോ മാഗ്നീഷ്യം എന്ത് ചെയ്യും, ഈ ഒരു ഹൈഡ്രജൻ ഇവിടെ നിന്നും ഡിസ്പ്ലേസ് ചെയ്തിട്ട് ആ ഹൈഡ്രജൻ ഇരിക്കുന്ന സ്ഥലത്ത് മാഗ്നീഷ്യം വരും. ദെൻ ഹൈഡ്രജൻ എന്താവും, ഒറ്റയ്ക്കാവും. സോ വിച്ച് ഈസ് മോർ റിയാക്റ്റീവ് എലമെന്റ്, ദാറ്റ് എലമെന്റ് വിച്ച് ഡിസ്പ്ലേസസ് ദ ലെസ് റിയാക്റ്റീവ് എലമെന്റ്, അതിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ പറയുക. ഹിയർ എന്താണ് റിയാക്ഷൻ ടേക്ക് പ്ലേസ് ചെയ്തേക്കണേ, മാഗ്നീഷ്യം ആണ് മോർ റിയാക്റ്റീവ്. സോ മാഗ്നീഷ്യം എന്ത് ചെയ്യുന്നു, ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു ആൻഡ് ഹൈഡ്രജൻ അവിടെ എന്താവും, ഒറ്റയ്ക്കാവും. സോ മാഗ്നീഷ്യം എന്ത് ചെയ്യും, ഹൈഡ്രജൻ ഇരിക്കുന്ന സ്ഥലത്ത് ഇപ്പം മാഗ്നീഷ്യം ആവും. ദിസ് ഈസ് എ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകുമ്പോൾ കൂടുതലായിട്ട് എക്സോതെർമിക് എന്താ എൻഡോതെർമിക് എന്താണെന്നും കൂടി ഞാനതിൽ വ്യക്തമാക്കി പറയുന്നുണ്ട്. ഇതിൽ ഞാൻ എക്സോതെർമിക് റിയാക്ഷൻ എൻഡോതെർമിക് റിയാക്ഷൻസ് ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എക്സോ മീൻസ് എന്താ, ഹീറ്റ് ഇവോൾവ് ചെയ്യുന്ന റിയാക്ഷൻസ് തന്നെയാണ്. ഹീറ്റിനെ എന്ത് ചെയ്യാം, ലിബറേറ്റ് ചെയ്യപ്പെടാം. അപ്പോൾ ലിബറേറ്റ് ചെയ്യുമ്പോൾ ഹീറ്റ് എന്താവും, ഈ പ്രൊഡക്റ്റ് സൈഡ് എഴുതുന്ന സമയത്ത് അതായത് റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്തുണ്ടായിരിക്കും, ഹീറ്റ് പ്ലസ് ഹീറ്റ് എന്ന് വരും. അതായത് റൈറ്റ് ഹാൻഡ് സൈഡിൽ എപ്പോഴും എന്ത് വരും, ഹീറ്റിന്റെ ഇവോൾവ്മെന്റ് വരും ഇൻ ദ റൈറ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, ഹീറ്റ് ഈസ് ഇവോൾവ്ഡ് ഇൻ ദ റൈറ്റ് ഹാൻഡ് സൈഡ്. ഈ RHSൽ എന്തുണ്ടാവും, ഹീറ്റ് ഇവോൾവ് ചെയ്യും. ഹീറ്റ് വിച്ച് ഈസ് ഡിനോട്ടഡ് ആസ് എ സിമ്പൽ ഇൻ ഡെൽറ്റ അല്ലേ, ഹീറ്റ് ഇവോൾവ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ്, ഡെൽറ്റ ആയിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻ മീൻസ് എന്താണ്, ഹീറ്റ് അബ്സോർബ് ചെയ്യപ്പെടുന്ന റിയാക്ഷൻ ആണ്. സോ എന്തായിരിക്കും, ഹീറ്റ് അബ്സോർബ് ചെയ്യപ്പെടുന്ന റിയാക്ഷൻ ആണ്. ഇപ്പോൾ എപ്പോഴും ഈ സൈഡിലല്ല വരാം, എവിടെയായിരിക്കും വരാം, ഈ സൈഡിലാണ് പ്ലസ് ഹീറ്റ് എന്ന് വരും കേട്ടോ. അതായത് ഹീറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് എക്സോതെർമിക് റിയാക്ഷൻ. സോ ഇവിടെയാണ് എന്ത് വരാം, ഒരു പ്ലസ് ഹീറ്റ് വരാം, ഇവിടെ ഒരു പ്ലസ് ഹീറ്റ് എന്ന് വരും. സോ പ്ലസ് ഹീറ്റ് ഈ ഒരു പ്രൊഡക്റ്റ് സൈഡിൽ റിയാക്ടൻ സൈഡിൽ വരും, ഇവിടെ അല്ല വരാം. അപ്പോൾ ഇതിൽ റോങ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വരാം. അപ്പോൾ ദിസ് ഈസ് എൻ എൻഡോതെർമിക് റിയാക്ഷൻ. അപ്പോൾ വാട്ട് യു മീൻ ബൈ എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക് എന്ന് പഠിക്കാം. അതായത് എക്സോ മീൻസ് ഹീറ്റ് ഈസ് ഇവോൾവ്ഡ്, ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എൻഡോ മീൻസ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ എക്സോതെർമിക് റിയാക്ഷൻ ആകുമ്പോൾ ഹീറ്റ് എന്താണ്, ലിബറേറ്റ് ചെയ്യപ്പെടാണ്. സോ പ്രൊഡക്റ്റ് സൈഡിലായിരിക്കും ഹീറ്റ് വരാം, ഇൻ റൈറ്റ് ഹാൻഡ് സൈഡായിട്ട്. എൻഡോ മീൻസ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യപ്പെടാണ്. സോ റിയാക്ടൻ സൈഡായിട്ടുള്ള LHSലായിരിക്കും ഹീറ്റിന്റെ ഇവോൾവ്മെന്റ് കാണിക്കേണ്ടത്. പിന്നെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് രണ്ട് റിയാക്ഷൻസിനും നോക്കി വെക്കാം. അപ്പോൾ ഇത്രയാണ് ഇതിൽ സ്ലൈഡ്സിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ പിന്നെ